ഉണ്ണിയാവേ, അച്ഛൻ്റെ ചക്കരവാവേ, ഐ ലവ് യു ഉമ്മ, ബൈ ബൈ. ഇത് ഉണ്ണിയാക്കി കേൾപ്പിച്ചെടുക്കണം കേട്ടോ. എൻ്റെ ഉണ്ണിയാവരെ റെസ്പോൺസ് അയക്കണം. വാ, അമേരിക്കയിൽ വരാൻ റെഡിയായി നിൽക്കണോ? വാവാ വെച്ചമ്മിക്കണ്ടാട്ടാ. ഞങ്ങൾ കാണാല അത് ഇങ്ങോട്ട് വരുമ്പോ അപ്പൻ്റെ ഒച്ച കരയണേ ട്ടാ. ഞങ്ങള് കാണാട്ടാ. അപ്പൊ അച്ഛനെ തണ്ടുട്ടാ. ശരി ബായ്. അപ്പൊ ഞാന് ജോലി വെച്ചിട്ട് ഹെൽപ്പ് ചെയ്യാട്ടാ അച്ഛ. ബൈ ബൈ ഉമ്മ. അച്ഛപ്പൂച്ചി ഞാൻ എനിക്ക് വലുതായിട്ട് എനിക്ക് ജോലി കിട്ടുമ്പോഴേ ഞാൻ പഠിച്ച് പിടിച്ചൊക്കെ ആകുമ്പോ ജോലി കിട്ടൂലേ. അപ്പൊ ഞാന് അച്ഛനെ പൊണ്ണു പോലെ നോക്കി എങ്ങോട്ട് പോണെന്ന് പറഞ്ഞാലും ഞാൻ കൊണ്ടുപോവാട്ടാ. കാടൊക്കെ എൻ്റെ കാടൊക്കെ എൻ്റെ ട്ടാ. ഞങ്ങോട്ട് വേണമെങ്കിൽ വിളിച്ചു കൊണ്ടുപോവാ. ഐ ലവ് യു അച്ഛാ. ഉമ്മ ഞങ്ങൾ കിടക്കാൻ പോണേ. നാളെ അച്ഛൻ വരുമ്പോ കാണാട്ടാ. ടാറ്റാ. ഐ ലവ് യു ഉമ്മ. അച്ഛ ജോലി കിട്ടിയിട്ട് ഞാൻ പൊണ്ണു പോലെ അച്ഛനെ നോക്കാട്ടാ. ഐ ലവ് യു ഉമ്മ. അച്ഛൻ ജോലിക്കൊന്നും പോണ്ടാട്ടാ. അച്ഛൻ ഇട്ടിനെ വീട്ടില് ഇട്ടോട്ടാ. അച്ഛന് ജോലിക്കൊന്നും പോണ്ടാട്ടാ. ചിട്ടിനേരം ഇട്ടോട്ടാ. ബൈ ബൈ ഉമ്മ. വാവ ഇങ്ങനെ പറയുമ്പോൾ അച്ഛന് നല്ല സന്തോഷം വരുന്നുണ്ട്. വാവ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വോയിസ് ഒക്കെ ഇടണം കേട്ടാ. അച്ഛന് നല്ല ഇഷ്ടമായി വാവയുടെ സംസാരം. പിന്നെ വാവയൊക്കെ വലുതാകുമ്പോൾ അച്ഛന് നല്ല സന്തോഷമാവും. അച്ഛനെ നോക്കുന്നൊക്കെ പറയുമ്പോൾ വാവയ്ക്ക് ഒക്കെ വലുതാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അച്ഛൻ ഇവിടെ നിൽക്കുന്നത് കേട്ടാ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അച്ഛൻ വേഗം ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്നും. ഓക്കെ, എന്നിട്ട് വാവേരെ കൂടെ അച്ഛൻ എപ്പോഴും നിൽക്കുക, കെട്ടിപ്പിടിക്കുക, ഉമ്മ വയ്ക്കുക കേട്ടാ. അച്ഛൻ്റെ പൂജ കഴിയുമ്പോൾ അപ്പോൾ ഓടി വരണം ഉമ്മ മേടിക്കാനായിട്ട്. ഓക്കെ, അതാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, എന്നിട്ട് ഇനി നമ്മുടെ പ്ലാന് കുറച്ച് വേഗം വാവേനെ കുറച്ചൊന്ന് അമേരിക്കയിലൊന്ന് കൊണ്ടുവന്നിട്ട് ഒന്ന് കറങ്ങും നമ്മൾ. അമേരിക്കയൊക്കെ കാണിക്കും. എന്നിട്ട് കുറച്ചാൾ കഴിയുമ്പോൾ അച്ഛൻ ഇതൊക്കെ നിർത്തി തിരിച്ചു വരും. അത് നല്ലൊരു പ്ലാനാണോ? അത് അങ്ങനെ ആയിക്കോട്ടെ. അച്ഛ ആ ആ ആ അതെ ആര് പറയട്ടെ. അച്ഛ അതേ ഞാന് അച്ഛന് പറഞ്ഞൊക്കെ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടാ. അച്ഛന് മേടിക്ക് വരുമ്പോ ഞാൻ ഇതൊക്കെ ഓട്ട് സന്തോഷിക്കൂട്ടാ. ബൈ ബൈ ഉമ്മ ഐ ലവ് യു ഉമ്മ. ഐ ലവ് യു അമ്പാടി ഉമ്മ. അച്ഛൻ ഇനി ഒരു പാട്ടും കൂടി പാടി തന്നിട്ട് കിടന്നുറങ്ങോ? അച്ഛനൊന്നിന്ന് വന്നോട്ടെ, പട്ടുകുപ്പായം വാങ്ങി തരും. ആ പാട്ടൊക്കെ പാടിത്തരോ പ്ലീസ്? എന്നിട്ട് കിടന്നുറങ്ങാമോ പ്ലീസ്? ആ പാട്ട് തരാലോ. അച്ഛനൊന്നിങ്ങ് വന്നോട്ടെ, പട്ടുകുപ്പായം തുന്നിത്തരാ, കാടക്കുട്ടി കമ്മിലിട, കള്ളിമാല വാങ്ങിത്തരാ, ഒരു കുഞ്ഞി കണ്ണിൽ നേരിട്ട് ചുണ്ടിരായി നട്ടിട, ഒരു ചുണ്ടിരായി നട്ടിട. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഒരു കാര്യം കൂടി പറയോ? അവ ബിഗ് ആവുമ്പോ നല്ല ജോലിയൊക്കെ മേടിച്ച് അച്ഛനെയും അമ്മേനെയും മന്നുചേട്ടനെയൊക്കെ നോക്കോ? നല്ല ജോലിയൊക്കെ മേടിച്ച് പൈസയൊക്കെ ആയിട്ട് വാവയൊക്കെ വീടൊക്കെ പണിതിട്ട് വാവയൊക്കെ ഞങ്ങളെയൊക്കെ നോക്കോ? വാവയുടെ കല്യാണമൊക്കെ കഴിയുമ്പോ എന്തായാലും നോക്കും. അച്ഛന് അവിടെ ഇതൊക്കെ കേട്ട കരഞ്ഞോട്ടാ. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാട്ടാ. അച്ഛൻ മേക്കിന്ന് പറഞ്ഞാ മതി എന്തായാലും ട്ടാ. ശരി, ബൈ ബൈ. ഐ ലവ് യു അച്ഛാ. താങ്ക് യു
ഉമ്മ വെൽക്കം. ബൈ ബൈ. ഉമ്മ. ആയി വാവ നല്ല ഇംഗ്ലീഷ് ഒക്കെ പറയണ്ടല്ലോ. അച്ഛന് നല്ല ഇഷ്ടമായി. ബൈ ബൈ, ഐ ലവ് യു ഉമ്മ. അച്ഛന് നല്ല വിഷമം വരുന്നുണ്ട്, പക്ഷെ ഉമ്മ. അച്ഛനാണ് നല്ല നല്ല ഇംഗ്ലീഷൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെയാണ് ആ മറ്റു കൂടി പോയിട്ട് പഠിച്ച് ജോലി കിട്ടിയിട്ട് വീട്ടിലെ വട്ടാന്നൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് അച്ഛൻ നോക്കൂട്ട. ബൈ ബൈ. ഐ ലവ് യു അച്ഛ. ഐ ലവ് യു. ഐ ലവ് യു. ഐ ലവ് യു അച്ഛ. ഉമ്മ. ബൈ ബൈ. കാണാട്ടാ. ഞങ്ങളെ കാണാട്ടോ അച്ഛ. ഉരുച്ചം ഇങ്ങോട്ട് വാ. കാണാട്ടോ ഞങ്ങളെ. ഐ ലവ് യു ഉമ്മ.